അയ്യപ്പന് തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് തന്നെ ഗോവിന്ദ മാസ്റ്റർക്ക് കണ്ണ് ശരിക്ക് കാണാമെന്നാണ് എന്റെ വിശ്വാസം. ഇന്നലെ ആ ചാനലുകളിലും പത്രങ്ങളിലും വന്ന വാർത്തകൾ പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷം പാർട്ടിക്കാരൊക്കെ സ്ഥലം വിട്ടു. 51 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമെന്നാ പറഞ്ഞത്. ഏത് രാജ്യത്തു നിന്ന് ആള് വന്നേ? അതുപോലെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ആയിരക്കണക്കിന് ആളുകൾ വരുമെന്ന്. എത്ര പേരാ വന്നേ? കള്ളക്കണക്ക് എഴുതി വെക്കരുത്. ഇരുമുടിക്കെട്ടുമായിട്ട് വരുന്ന വൈപ്പന്മാരുടെ എല്ലാം പേരെഴുതി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത്. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പിന് ആളുകളെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപട്യം നിറഞ്ഞ നടപടി മാത്രമായിരുന്നു ആഗോള സംഗമം. അയ്യപ്പന് തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട തട്ടിക്കൂട്ടിയ ഒരു സംഗമമാണ് ഇവിടെ കണ്ടത്. അതാണ് അത്. മാധ്യമങ്ങളെ പഠിക്കേണ്ട കാര്യമുണ്ടോ? മുഖം നന്നാവാത്തതിന് കണ്ണാടി തല്ലിപ്പൊടിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഗോവിന്ദ മാസ്റ്ററോട് എനിക്ക് പറയാനുള്ളത്. ആ തിരുത്തി അവിടെ വിറ്റ് പിൻവലിക്കുമോ? അതോടൊപ്പം തന്നെ നാമജപ ഘോഷയാത്ര പങ്കെടുത്ത ആളുകളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന കേസുകൾ പിൻവലിക്കുമോ? ശബരിമലയിലെ 4 കിലോ സ്വർണം കാണാനില്ല. ആദ്യം അതിനല്ലേ മറുപടി പറയേണ്ടത്. ഈ സ്വർണം എവിടെ പോയി? ഹൈക്കോടതിയുടെ അനുവാദം പോലും ഇല്ലാതെ 4 കിലോ സ്വർണം കാണാനില്ല. ആരാണ് ഈ ഉത്തരവാദി? അപ്പൊ ഇതെല്ലാം മറുപടി പറയേണ്ട കാര്യങ്ങൾ. ഇതൊന്നും മറുപടി പറയുന്നില്ല. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഭക്തന്മാർക്കുണ്ടായത്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. 9.5 വർഷം കേരളം ഭരിച്ചിട്ടും ശബരിമലയെ അപമാനിക്കാനും ആക്ഷേപിക്കാനും മാത്രമാണ് ഈ മുഖ്യമന്ത്രിയും ഗവൺമെന്റ് ശ്രമിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ടാണ് അയ്യപ്പ ഭക്തന്മാരുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് ഈ തട്ടിക്കൂട്ട് സംഗമം നടത്തിയത്. അതാണ് ഇത് പൊളിഞ്ഞു പോയത്. ആളുകളില്ലായിരുന്നു എന്നത് നിങ്ങൾ കണ്ടതല്ലേ, എല്ലാവരും കണ്ടതല്ലേ. അവിടെ പത്രലേഖകർ ഉണ്ടായിരുന്നല്ലോ, അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേന കാണിക്കുകയാണോ? ഇത് ആരെ പറ്റിക്കാനാണ് ഗോവിന്ദ മാഷ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്? അതൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല. ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഗോവിന്ദ മാസ്റ്റർക്ക് കണ്ണ് ശരിക്ക് കാണാമെന്നാണ് എന്റെ വിശ്വാസം.